യമുന തീരത്ത് ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് പരിപാടി നടത്തുന്ന പ്രദേശത്തുള്ള വിഷയത്തിൽ ഇന്ന് 5 മണിക്കുള്ളിൽ 5 കോടി പിഴ ഒടുക്കിയില്ലെങ്കിൽ പരിപാടി റദ്ദാക്കുമെന്ന് ശ്രീ രവിശങ്കറിന് ഹരിത ട്രിബ്യൂണലിന്റെ താക്കീത്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ഈ വിഷയത്തിൽ ഇപ്പോൾ ഹരിത ട്രിബ്യൂണൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സൗമ്യ, നിലവിൽ 5 കോടി രൂപ ലോക സാംസ്കാരികോത്സവം നടത്തുന്നതിനായി യമുന നദീതീരം നിരപ്പാക്കിയും കൃഷിയിടങ്ങൾ നശിപ്പിച്ചും വേദി പണിതുയർത്തിയ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടനയോട് 5 കോടി രൂപ പിഴയടക്കണമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇന്നലെ തന്നെ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ പിഴത്തുക അടക്കില്ലെന്നും നിയമപരമായ സാധ്യതകൾ തേടി ഇതിനെതിരെ മുന്നോട്ട് പോകുമെന്നും ജയിലിൽ വരെ ഈ തുക അടയ്ക്കാതെ ജയിലിൽ പോകണമെങ്കിൽ അതുവരെ നേരിടാൻ തയ്യാറാണെന്നുമായിരുന്നു ശ്രീ രവിശങ്കർ ഇന്ന് ഈ വാർത്തയോട് പ്രതികരിച്ചത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇപ്പോൾ ആർട്ട് ഓഫ് ലിവിംഗ് സംഘടനയ്ക്കും ഇതിന് നേതൃത്വം നൽകുന്ന ശ്രീ രവിശങ്കറിനും അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്കുള്ളിൽ തന്നെ ഈ 5 കോടി രൂപയും പിഴയടക്കണം. ഈ 5 കോടി രൂപ പിഴത്തുക 4 മണിക്കകം അടച്ചില്ലെങ്കിൽ നാളെ തുടങ്ങുന്ന ഈ ലോക സാംസ്കാരിക പരിപാടിയുടെ നിയമ സാധ്യതകൾ എല്ലാം റദ്ദാക്കുമെന്നാണ് ഇപ്പോൾ ഈ ദേശീയ ഹരിത ട്രൈബ്യൂണൽ തന്നെ അറിയിച്ചിരിക്കുന്നത്. നാളെ ഈ സമ്മേളനം നടത്തുന്നതിന് ആവശ്യമായി നൽകുമായിരുന്ന നിർദ്ദേശങ്ങൾ ഒന്നും പാലിക്കാതെ ഇത്തരത്തിലൊരു പരിപാടി നടത്താനാകില്ലെന്നും പിഴത്തുക അടയ്ക്കാതെ ഇതിനുള്ള അനുമതി നൽകാനാകില്ലെന്നും ഹരിത ട്രൈബ്യൂണൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ 4 മണിക്കകം ഈ പിഴത്തുക അടച്ചില്ലെങ്കിൽ ഈ സമ്മേളനത്തിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കുമെന്നും ഇപ്പോൾ ദേശീയ ഹരിത ട്രൈബ്യൂണൽ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. സൗമ്യ, മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. 5 മണിക്കുള്ളിൽ 5 കോടി രൂപ പിഴത്തുക നൽകിയില്ലെങ്കിൽ ശ്രീ രവിശങ്കറിന്റെ പരിപാടി നടത്താനുള്ള അനുമതി റദ്ദാക്കുമെന്ന് ഹരിത ട്രിബ്യൂണൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കോട്ടയത്ത് വൻകിട പദ്ധതിയുടെ പേരിൽ വീണ്ടും വയൽ നികത്താൻ ഉത്തരവ്. കോടിമത മൊബിലിറ്റി ഹബിന് വേണ്ടി നാട്ടകം വില്ലേജിലെ 125 ഏക്കറാണ് നികത്തുന്നത്. പദ്ധതി നടപ്പാക്കുന്നത് മുഖ്യമന്ത്രി ചെയർമാനായ സമിതിയാണ്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാറ്റിൽ പറത്തിയാണ് കോടിമത മൊബിലിറ്റി ഹബിനായി കോട്ടയം നാട്ടകം വില്ലേജിൽ വയൽ നികത്താൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. 100 മുതൽ 125 ഏക്കർ പാടം പദ്ധതിക്കായി സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടുനൽകുന്നവർക്ക് നൽകുന്ന വയലിന്റെ 50% നികത്തിയെടുക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ജോസ് കെ മാണി എംപിയുടെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളം വൈറ്റില ഹബിന് സമാനമായ കോടിമത മൊബിലിറ്റി ഹബ്ബ് പദ്ധതി രൂപം കൊണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെയർമാനായ കോടിമത മൊബിലിറ്റി ഹബ് സൊസൈറ്റിയാണ് പദ്ധതിയുടെ നടത്തിപ്പുകാർ. 2015 നവംബർ 29 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗവേണിംഗ് ബോഡി യോഗത്തിലാണ് പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ വിശ്വാസ് മേത്ത അപൂർവമായ ഉത്തരവിട്ടത്. പാടി ആക്ട് പ്രകാരം സംസ്ഥാനതല പരിശോധനാ സമിതിയുടെ അനുമതിയോടുകൂടി മാത്രമേ വൻകിട പദ്ധതികൾക്ക് നെൽവയൽ നികത്താൻ കഴിയൂ. എന്നാൽ പുറത്തിറങ്ങിയ ഉത്തരവിൽ ഇത്തരം അനുമതിയുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. ബസ് ടെർമിനൽ കോംപ്ലക്സ്, കൺവെൻഷൻ സെന്റർ, എക്സിബിഷൻ സെന്റർ, ക്രിക്കറ്റ് സ്റ്റേഡിയം, ഫാമുകൾ, മത്സ്യഫാമുകൾ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നിർദ്ദിഷ്ട കോടിമത ഹബ്ബ് മുൻപോട്ട് വെക്കുന്നത്. 125 ഏക്കർ ഭൂമി ആവശ്യമുണ്ടെന്ന് പറയുമ്പോഴും പദ്ധതി പൂർത്തിയാക്കാൻ കുറഞ്ഞത് 250ഓളം ഏക്കർ ഭൂമി ആവശ്യം വരും. ലെസ്ലി ജോൺ, ഇടുക്കി. പൊതുജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ വ്യക്തികൾക്ക് വ്യവസായ ആവശ്യത്തിന് പാട്ടത്തിന് നൽകാമെന്ന് സർക്കാർ. വികസന മേഖലകളിൽപ്പെട്ട ഭൂമിയാണ് ഇത്തരത്തിൽ പാട്ടത്തിന് നൽകുക. ഭൂമി വിലയ്ക്ക് വാങ്ങിയും പാട്ടത്തിന് നൽകും. ഇതിനായി പുതിയ ചട്ടങ്ങൾ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വികസന മേഖലയുമായി ബന്ധപ്പെട്ട് 1968 കൊണ്ടുവന്ന ഉത്തരവിലാണ് വ്യവസായ വകുപ്പ് പുതിയ ചട്ടങ്ങൾ ഉണ്ടാക്കിയത്. 2013 ജൂൺ 10 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഉത്തരവ്. ഉത്തരവിൽ ജനുവരി 30 തീയതി കാണിച്ചിട്ടുള്ളത് എങ്കിലും കഴിഞ്ഞയാഴ്ചയാണ് ഇറങ്ങിയത്. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൈമാറിയ ഭൂമി, സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമി എന്നിവയാണ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുക. ഇതിനായി ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കും. വ്യാവസായിക ആവശ്യമെന്ന നിർവചനത്തിൽപ്പെടുന്ന ഏതാവശ്യത്തിനും ഭൂമി പാട്ടത്തിന് നൽകും. സാധനങ്ങളുടെ നിർമ്മാണം, ഉൽപ്പാദനം, ഹോട്ടൽ, ഗോഡൌൺ, പെട്രോൾ പമ്പുകൾ, കോൾഡ് സ്റ്റോറേജ് തുടങ്ങിയവയ്ക്കും ഭൂമി നൽകും. 30 വർഷത്തേക്കാണ് പാട്ടം. വ്യവസായ വികസന മേഖലയുടെ 5% അധികരിക്കാത്ത ഭൂമിയാകും സേവന വ്യവസായങ്ങൾക്ക് അനുവദിക്കുക. പാട്ടക്കരാർ പൂർണ്ണമായി പാലിച്ചാൽ അടുത്ത 30 വർഷത്തേക്ക് കൂടി പാട്ടം നീട്ടി നൽകും. ഫലത്തിൽ വികസന മേഖലയിൽ സർക്കാരിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സാധാരണക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിനുള്ള ലൈസൻസായി മാറും പുതിയ ഉത്തരവ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്ന എസ്റ്റേറ്റിന് കരമടയ്ക്കാൻ സർക്കാർ അനുമതി. നെല്ലിയാമ്പതിയിൽ പോപ്സ് ഗ്രൂപ്പിന്റെ കൈവശമിരിക്കുന്ന കരുണ എസ്റ്റേറ്റിന് കരമടയ്ക്കാനാണ് റവന്യൂ വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. 833 ഏക്കർ വരുന്ന ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കണമെന്ന് റവന്യൂ വകുപ്പ് നിയോഗിച്ച സമിതി ശുപാർശ നൽകിയ ഭൂമിയാണ് ഇത്.
ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കോടതിയിൽ തർക്കം നിലനിൽക്കെയാണ് കരമടയ്ക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുൻപാണ് പോപ്സ് ഗ്രൂപ്പിന് അനുകൂലമായി ഉത്തരവിറക്കിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയം. പോപ്സ് ഗ്രൂപ്പ് കൈവശം വച്ചിരിക്കുന്ന 833 ഏക്കർ ഭൂമിക്ക് 2015-2016 സാമ്പത്തിക വർഷത്തെ കരമടയ്ക്കാനാണ് അനുമതി. കരമടയ്ക്കാൻ കമ്പനി നൽകിയ അപേക്ഷയിലാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. പ്രസ്തുത ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കേണ്ടതാണെന്ന് സർക്കാർ നിയോഗിച്ച സമിതി 2014 കണ്ടെത്തിയിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പോപ്സ് ഗ്രൂപ്പ് ഹൈക്കോടതിയെ സമീപിച്ചു. കേസ് തീർപ്പാക്കുന്നതിന് മുൻപ് ധൃതി പിടിച്ച് കരമടയ്ക്കാൻ എന്തിന് സർക്കാർ അനുമതി നൽകിയെന്നത് വിചിത്രമാണ്. 2014 കരുണ എസ്റ്റേറ്റിന് നികുതി അടയ്ക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയെങ്കിലും പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. കരമടയ്ക്കുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് കാരണമാകുന്നില്ലെന്നും മറ്റു ചില കേസുകളിൽ കോടതി വിധിയുണ്ടെന്ന വിചിത്രവാദം നിരത്തിയുമാണ് കരമൊടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് 2 സീറ്റിനും 4 വോട്ടിനും വേണ്ടി കോൺഗ്രസ് BJP അവിശുദ്ധ സഖ്യം രൂപപ്പെടുകയാണെന്ന് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിന് എതിരായ തൊഴിലാളി സമരത്തിൽ നിന്നും INTUC വിട്ടുനിന്നത് ഈ കാരണത്താലാണ്. ഭൂപരിഷ്കരണ നിയമത്തെ UDF സർക്കാർ തെറ്റായി ഉപയോഗിച്ചുവെന്നും പിണറായി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ സമരം തീരുമാനിച്ചത്. എന്നാൽ എന്തുകൊണ്ട് INTUC സംസ്ഥാനത്ത് സമരത്തിൽ നിന്ന് മാറി നിന്നു എന്നതിനുള്ള മറുപടിയാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നൽകിയത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അവിശുദ്ധ ബന്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. 4 വോട്ടും ഏതാനും സീറ്റും കിട്ടുന്നതിന് വേണ്ടിയുള്ള അവിശുദ്ധ ബന്ധമുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുവെന്നാണ് നാം അതിലൂടെ കാണേണ്ടത്. ഇതിൽ ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയും. ഭൂപരിഷ്കരണ നിയമത്തെ UDF സർക്കാർ തെറ്റായി ഉപയോഗിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംവരണത്തിന് വേണ്ടി ശബ്ദമുയർത്തിയവരെ പാട്ടിലാക്കുകയാണ് വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടിലൂടെ BJP ചെയ്തതെന്നും പിണറായി പറഞ്ഞു. സംവരണത്തിനു വേണ്ടി ശബ്ദമുയർത്തേണ്ടവരെ RSS പാട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തിക്കൊണ്ട് നടക്കുന്നത് എന്നതും നാം തിരിച്ചറിയണം. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചോദ്യം ചെയ്യുന്നവരെ ശാരീരികമായി ഉന്മൂലനം ചെയ്യുകയാണ് RSS രാജ്യത്ത് നടപ്പാക്കുന്നത്. ആരാധനാലയങ്ങളെ ആയുധപ്പുരകളാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കുന്നതായും പിണറായി കുറ്റപ്പെടുത്തി. ഹിന്ദു പാർലമെന്റ് വിശാല ഭൂരിപക്ഷ ഐക്യം ജനസഭയുടെ ഹിന്ദു സമൂഹവും മതേതര സങ്കല്പവും എന്ന സെമിനാറിലാണ് പിണറായി നിലപാട് വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മന്ത്രി CN ബാലകൃഷ്ണനെതിരെ വിജിലൻസ് അന്വേഷണം. തൃശൂരിലെ കൺസ്യൂമർ ഔട്ട്ലെറ്റിലെ പണം തിരിമറിയിൽ തൃശൂർ വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുന്നുണ്ട്. ദിൽജിത്ത്, വിശദാംശങ്ങൾ. സൗമ്യ, കൺസ്യൂമർ ഫെഡുമായി ബന്ധപ്പെട്ട് മന്ത്രി CN ബാലകൃഷ്ണനെ പ്രതികരിച്ചുകൊണ്ട് ത്വരിതാന്വേഷണം നടന്നു വരവെയാണ് ഇത്തരത്തിൽ വീണ്ടും അതേ കേസിലെ പരാതിക്കാരനായ ജോർജ് വട്ടുകുളം സമർപ്പിച്ച മറ്റൊരു പരാതിയിൽ തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ തൃശൂർ പടിഞ്ഞാറക്കോട്ടയിലെ ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് ഇത്തരത്തിൽ ബീവറേജസ് കൺസ്യൂമർ ഫെഡ് MDയുടെ നിർദ്ദേശപ്രകാരം 1 ലക്ഷം രൂപ മന്ത്രിയുടെ ഓഫീസിന് കൈമാറി എന്നതിന്റെ രേഖകൾ അടക്കമാണ് പൊതുപ്രവർത്തകനായ ജോർജ് വട്ടുകുളം പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ പരാതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തി സംഭവം മന്ത്രിക്കെതിരായുള്ള അന്വേഷണം നടത്തി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ മാസം 1.5 മാസങ്ങൾക്ക് മുമ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 8 പേരെ പ്രതി ചേർത്തുകൊണ്ട് മന്ത്രി CN ബാലകൃഷ്ണനും മന്ത്രി CN ബാലകൃഷ്ണൻ ഉൾപ്പെടെ 8 പേരെ പ്രതി ചേർത്തുകൊണ്ട് കഴിഞ്ഞ മാസം FIR രജിസ്റ്റർ ചെയ്ത് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായി തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഏപ്രിൽ മാസം 4-ാം തീയതിക്ക് മുമ്പായി സമർപ്പിക്കാനാണ് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നത്. ഇതേ റിപ്പോർട്ടിന് ഒപ്പം തന്നെ ഈ കേസും ഈ ആരോപണവും, അതായത് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ കൺസ്യൂമർ ഫെഡ് ബീവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് 1 ലക്ഷം രൂപ മന്ത്രിയുടെ ഓഫീസിന് അകാരണമായി കൈമാറി എന്ന കാര്യം കൂടി അന്വേഷിച്ച് അതോടൊപ്പം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കോൺഗ്രസുമായി 2011 ഉഭയകക്ഷി ധാരണ പ്രകാരമുണ്ടാക്കിയ കത്ത് ചോർന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വഴി ചോർന്നതിനാലാണ് മുസ്ലിം ലീഗ് നേതൃത്വം കടുത്ത പ്രതിഷേധത്തിൽ ആയിരിക്കുന്നത്. എന്നാൽ കത്ത് വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്നും തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗിന്റേതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.
2011 താമരശ്ശേരി രൂപതയുടെ താൽപര്യപ്രകാരം PK കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്ക് എഴുതി ഒപ്പിട്ട് നൽകിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാമെന്നാണ് കത്തിൽ ഉറപ്പു നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെയും താമരശ്ശേരി ബിഷപ്പിന്റെയും സാന്നിധ്യത്തിലാണ് ഉടമ്പടി തയ്യാറാക്കിയതെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കർഷക പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. എന്നാൽ വളരെ നേരത്തെ തന്നെ തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ച മുസ്ലിം ലീഗ് ഒരു സാഹചര്യത്തിലും സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിലാണ്. നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് മാധ്യമങ്ങളിലൂടെ ചോർന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇത്തരം വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് ജയസാരഥിയെ ബാധിക്കുമെന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. കത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച മുസ്ലിം ലീഗിന്റെ നിലപാട് ആവർത്തിച്ചു. തിരുവമ്പാടി സീറ്റ് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് UDF നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കത്തൊക്കെ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചാൽ മതിയല്ലോ. താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് 5 വർഷം പഴക്കമുള്ള കത്ത് പുറത്തുവിട്ടതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് സംശയിക്കുന്നത്. ഉടമ്പടി കത്ത് പുറത്തുവിട്ട് മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രം അണിയറയിൽ നടന്നതായി സംശയിക്കുന്നു. ഇതോടെ തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് UDF കൂടുതൽ പ്രതിസന്ധിയിലായി. അടുത്ത ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് വിഭജന ചർച്ചയോടൊപ്പം കത്ത് ചോർന്ന വിഷയവും സജീവ ചർച്ചയാകുമെന്നുറപ്പാണ്. തിരുവനന്തപുരം ബ്യൂറോയോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ. ലീഗിനുള്ള സീറ്റാണ് തിരുവമ്പാടി എന്ന് VM സുധീരൻ പറഞ്ഞു. തിരുവമ്പാടി സീറ്റിൽ തർക്കമുന്നയിക്കുന്നത് ഉചിതമല്ല. കരുണ എസ്റ്റേറ്റ് വിഷയത്തിലെ അപാകത പരിഹരിക്കുമെന്നും സുധീരൻ പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഈ മാസം 19 ദില്ലിയിൽ നിന്നുണ്ടാകും. ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി പട്ടിക അതത് പാർട്ടികൾ ഈ മാസം 16, 17 തീയതികളിൽ തീരുമാനിക്കണം. UDF 2ാം ഘട്ട പ്രാഥമിക ചർച്ച ക്ലിഫ് ഹൌസിൽ നടന്നു. വിശദമായ ചർച്ച ഇന്ന് തന്നെ നടക്കും. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, നിലവിൽ ഘടകകക്ഷികളുടെ ആവശ്യം കൂടുതൽ സീറ്റെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യത്തിലൊക്കെ ഇതുവരെ ഉണ്ടായ ചർച്ചയിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? വിവരങ്ങൾ. സൗമ്യ, ജനതാദൾ യുണൈറ്റഡും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഒപ്പം തന്നെ ജേക്കബ് ഗ്രൂപ്പുമായാണ് ഇന്ന് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്നത്. എല്ലാവരും തന്നെ പുതിയ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് ചർച്ചകളെല്ലാം തന്നെ സങ്കീർണമാവാനാണ് നിലവിൽ സാധ്യത. ജേക്കബ് ഗ്രൂപ്പ് ഇത്തവണ 4 സീറ്റ് വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ജേക്കബ് ഗ്രൂപ്പിന് നൽകിയത് 2 സീറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ 4 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തെ കോൺഗ്രസ് എങ്ങനെയായിരിക്കും സമീപിക്കുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കഴിഞ്ഞ തവണ മത്സരിച്ച 15-ന് പകരം ഇത്തവണ 18 സീറ്റുകൾ വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും 15 സീറ്റുകൾ മാത്രം കേരള കോൺഗ്രസിന് നൽകിയാൽ മതി എന്ന ആവശ്യം തന്നെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളുടെ ആവശ്യങ്ങളും എത്തരത്തിലായിരിക്കും കോൺഗ്രസ് പരിഗണിക്കുക എന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ RSPയുമായുള്ള സീറ്റ് ചർച്ച നാളെയാണ് നടക്കുന്നത്. ലയനത്തിലൂടെ 2 RSPകൾ ഒന്നായ സാഹചര്യത്തിൽ RSPക്ക് മാത്രം കൂടുതൽ സീറ്റുകൾ നൽകിയാൽ മതി എന്ന ധാരണയാണ് ഇതുവരെ കോൺഗ്രസിന്റെ ഉള്ളിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മറ്റു ഘടകകക്ഷികൾ ഒരു കടുത്ത നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസ് ഇതിനൊരു പരിഹാരം കാണുക എന്നും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ സീറ്റ് ചർച്ചകളെല്ലാം തന്നെ ആരംഭിക്കാനിരിക്കുകയാണ്. ആദ്യം JDU ജനതാദൾ യുണൈറ്റഡുമായുള്ള ഉഭയകക്ഷി ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. സൗമ്യ. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യസഭാ സീറ്റിലേക്കുള്ള UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. UDFിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി AK ആന്റണിയും ജനതാദളിൽ നിന്ന് വീരേന്ദ്രകുമാറും പത്രിക സമർപ്പിച്ചു. LDFിന് വേണ്ടി CPIMലെ അഡ്വക്കേറ്റ് K സോമപ്രസാദ് അല്പസമയത്തിനകം പത്രിക നൽകും. CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന സെക്രട്ടറിയുമാണ് സോമപ്രസാദ്. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന് ക്ലീമിസ് കാത്തോലിക്ക ബാബ. ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് സഭ പറയില്ല. പ്രാദേശിക വിഷയങ്ങൾ വോട്ട് ചെയ്യാൻ മാനദണ്ഡമാകുമെന്നും CBCI പ്രസിഡന്റ് കർദിനാൾ ക്ലീമിസ് കാത്തോലിക്ക ബാബ പറഞ്ഞു. ദളിത്, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളുടെ സംവരണ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിഷേധ നിലപാട് അംഗീകരിക്കാനാകില്ല. തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരം വിഷയങ്ങളും ഒപ്പം പ്രാദേശിക വിഷയങ്ങളും വോട്ട് ചെയ്യുന്നതിന് മാനദണ്ഡമാകും. ഓരോ പ്രദേശങ്ങളിലുമുള്ള പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കണം. അഴിമതിയും വർഗീയതയും പ്രധാന വിഷയങ്ങളാണ്. ഇതെല്ലാം അനുസരിച്ച് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യണം. എന്നാൽ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് സഭ പറയില്ലെന്നും CBCI പ്രസിഡന്റ് ബസേലിയസ് ക്ലീമിസ് കത്തോലിക്ക ബാബ പറഞ്ഞു. സഭ ഇന്ന പാർട്ടിക്ക് വേണ്ടി ഇന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന നിലപാട് ഒരിക്കലും എടുത്തിട്ടില്ല, അത് എടുക്കുകയുമില്ല. വോട്ടർമാരുടെ ആവശ്യങ്ങളെ അതത് സ്ഥലങ്ങളിൽ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഭയ്ക്ക് ബാധ്യതയുണ്ടെന്നും അത് സഭ ചെയ്യുമെന്നും ക്ലീമിസ് ബാബ വ്യക്തമാക്കി.
എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. LDF യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരം AKG സെന്ററിൽ ആരംഭിക്കും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നുണ്ട്. ദിനകർ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയിൽ വരിക? വിവരങ്ങൾ. സൗമ്യ, LDF യോഗം തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ആരംഭിച്ചു. അല്പം മുൻപാണ് യോഗം ആരംഭിച്ചത്. പ്രധാനമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുക. ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചയും ഇന്ന് നടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഘടകകക്ഷികളുമായി പ്രത്യേകം ഓരോ ഘടകകക്ഷിയുമായും AKG സെന്ററിൽ CPM നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ ആവശ്യങ്ങൾ LDFിലെ വിവിധ ഘടകകക്ഷികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് LDF യോഗം ചേരുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം ചെയ്യേണ്ടതുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. സീറ്റ് വെച്ചുമാറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയമാകും. അതോടൊപ്പം തന്നെ LDFിന് പുറത്തുള്ള LDFുമായി സഹകരിക്കുന്ന കക്ഷി നേതാക്കളും കക്ഷികളെ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിൽ സഹകരിപ്പിക്കണം എന്ന വിഷയവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചാ വിഷയമാകും. അത്തരം കാര്യങ്ങളിലൊക്കെ ഇന്ന് ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. LDFിന് പുറത്ത് വിവിധ കക്ഷികൾ സീറ്റ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. LDFുമായി സഹകരിക്കുന്ന കക്ഷികൾ ഉൾപ്പെടെ. അത്തരം കക്ഷികൾക്ക് എത്ര സീറ്റുകൾ വീതം നൽകണം എന്നതൊക്കെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുക. നാളെയും മറ്റന്നാളും CPMൻ്റെ സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. CPMൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഏതാണ്ട് ഒരു പ്രാഥമിക വട്ട ചർച്ചകളൊക്കെ പൂർത്തിയാകും. അതിനുശേഷം അത് ജില്ലാ കമ്മിറ്റികളിലേക്ക് കൊടുത്തുകൊണ്ടായിരിക്കും പിന്നീട് അത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുക. എന്തായാലും LDF യോഗം അല്പം മുൻപ് ആരംഭിച്ചു. യോഗം തുടരുകയാണ്. സൗമ്യ. ഇന്ത്യയിലെ ഭൂരിഭാഗം രാഷ്ട്രീയ പാർട്ടികളും ബഹുജനങ്ങളും മതേതര ആശയത്തിന്റെ ഭാഗമാണെന്നും അവർ ഒരുമിച്ച് നിന്നാൽ അസഹിഷ്ണുതയുടെ വക്താക്കൾ അധികാരത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമെന്നും പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ KS ഭഗവാൻ പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഇന്ത്യൻ ജനത ഒന്നിച്ചതുപോലെ വർഗീയ ഫാസിസത്തെ ചെറുക്കാൻ മതേതര വിശ്വാസികൾ അണിനിരക്കണമെന്നും ഡോക്ടർ KS ഭഗവാൻ അഭ്യർത്ഥിച്ചു. കാസർഗോഡ് EMS ഗ്രന്ഥാലയം സംഘടിപ്പിച്ച അസഹിഷ്ണുതയ്ക്കെതിരെ സ്നേഹസംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൗരസ്വാതന്ത്ര്യം പോലും നിഷേധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അടിയന്തരാവസ്ഥയ്ക്കെതിരെ 1977 പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത ശക്തിയായി പ്രതികരിച്ചു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും അധികാരത്തിൽ നിന്ന് പുറത്തുപോയി. സമാനമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. അന്ന് അമിതാധികാര വാഴ്ചയുടെ ഭാഗമായി അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അസഹിഷ്ണുത ഉയർത്തി ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുകയാണെന്ന് KS ഭഗവാൻ ചൂണ്ടിക്കാട്ടി. ಶ್ರೀಮತಿ ಗಾಂಧಿಯವರು ಆಗಿನ ಪ್ರಧಾನಮಂತ್ರಿಗಳು ಇದ್ದಕ್ಕಿದ್ದಂತೆ ದೇಶದ ಮೇಲೆ ತುರ್ತು ಪರಿಸ್ಥಿತಿಯನ್ನು ಹೇಳಿದರು. ಸುಮಾರು 2 ವರ್ಷಗಳ ಕಾಲ ದೇಶದಲ್ಲಿ ಏನು ನಡೀತದೆ ಅಂತ ಯಾರಿಗೂ ಗೊತ್ತಾಗಲಿಲ್ಲ. ಪತ್ರಿಕಾ ಸ್ವಾತಂತ್ರ್ಯ ಇರಲಿಲ್ಲ, ಯಾರು ಏನು ಸರ್ಕಾರದ ಬಗ್ಗೆ ಚರ್ಚೆ ಮಾಡೋಂಗಿರಲಿಲ್ಲ. ಒಂದು ರೀತಿ ಕತ್ತಲೆಯಲ್ಲಿ ದೇಶ ಇತ್ತು. 2 ವರ್ಷಗಳ ಚುನಾವಣೆಗಳು ಬಂದು ಜನ തമ ബുദ്ധിവന്തിക്കെന്ന് തോന്നുന്നു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ജയപ്രകാശ് നാരായണൻ ജനങ്ങളെ ഒന്നിപ്പിച്ചു. സമാന നിലയിൽ മതേതര വിശ്വാസികളായ ജനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒന്നിക്കണം. കേന്ദ്രഭരണം നടത്തുന്നവർക്ക് 31% ജനങ്ങളുടെ പിന്തുണ മാത്രമാണുള്ളത്. 69% ജനങ്ങൾ മതേതര പ്രസ്ഥാനങ്ങൾക്കൊപ്പമാണ്. ഇവർ ഒന്നിച്ചു നിന്നാൽ രാജ്യം നേരിടുന്ന വെല്ലുവിളികളായ അസഹിഷ്ണുതയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യ നിഷേധത്തിനും അറുതി വരുത്താനാകുമെന്ന് KS ഭഗവാൻ പറഞ്ഞു. With the support of 31%. So, the remaining 69% are outside the government fold or the political party fold, who are bigger in majority. Is it 31 or 69? It is the 69%. If all of you come together and join together and vote for a political party, you will form the government. കേരളത്തിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDFിന് വിജയാശംസ നേർന്നുകൊണ്ടാണ് KS ഭഗവാൻ പ്രസംഗം അവസാനിപ്പിച്ചത്. KS ഭഗവാന്റെ പ്രസംഗം കേൾക്കാൻ കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വൻ ജനാവലിയാണ് എത്തിച്ചേർന്നത്. അസഹിഷ്ണുതയ്ക്കെതിരെ സ്നേഹസംഗമം എന്ന പേരിൽ EMS ഗ്രന്ഥാലയം സംഘടിപ്പിച്ച പരിപാടിയിലാണ് KS ഭഗവാൻ പ്രഭാഷണം നടത്തിയത്. KN കുഞ്ഞഹമ്മദ്, KP സതീഷ് ചന്ദ്രൻ, CH കുഞ്ഞമ്പു, മുഹമ്മദ് അരീഫ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.